ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് രണ്ട് മിറർലെസ് ക്യാമറാസുകളാണ്. 65,000-70,000 റേഞ്ചിൽ വരുന്ന രണ്ട് മിറർലെസ് ക്യാമറാസിനായിരുന്നു നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് വീഡിയോ പർപ്പസിനായിക്കോട്ടെ, ഫോട്ടോഗ്രാഫിക്ക് ആയിക്കോട്ടെ, നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ യൂട്യൂബിനായിക്കോട്ടെ, അങ്ങനെ ട്രാവൽ പർപ്പസിനായിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ക്യാമറാസിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. ക്വിക്കായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ആക്ച്വലി പേഴ്സണലി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സോണിയുടെ ZV-E10 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നിങ്ങൾക്കറിയായിരിക്കും 2020 ലോഞ്ചായ സാധനമാണ് സോണിയുടെ. ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ മാർക്ക് 2 വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എഡിഷന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 62 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരിക. സെക്കൻഡ് എഡിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 92,000-93,000 പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് അതിൽ സെൻസേഴ്സും പ്രോസസ്സേഴ്സൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഇതായാലും ഇപ്പോഴും 2025 നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ മോഡലും സുഖമായിട്ട് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് വീഡിയോനായിക്കോട്ടെ, ഫോട്ടോഗ്രാഫിക്ക് ആയിക്കോട്ടെ. ഇതിൽ ആക്ച്വലി നിങ്ങൾ ഫോട്ടോഗ്രാഫിക്ക് വാങ്ങിക്കുമ്പോൾ നോട്ടീസ് ചെയ്യാനുള്ള പോയിന്റ്സുകൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താ പറയുക, ഫ്ലാഷ് ഇല്ല, ഇൻബിൽഡ് ഫ്ലാഷ് വരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു മെയിൻ കോണിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കുറേ പേർക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഫോട്ടോഗ്രാഫി എടുക്കുന്നവർക്ക് അറിയായിരിക്കും. എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് ആക്ച്വലി ഈ എന്താ പറയുക ഫ്ലാഷ്, ഇൻബിൽഡ് ഫ്ലാഷ് ഇല്ലാത്തത് മെയിൻ സംഭവം. ഞാൻ എന്നിട്ട് അഡീഷണലി വേറെ ഫ്ലാഷ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ എന്നാലും നമ്മുടെ ഡിഫോൾട്ട് ഫ്ലാഷിൻ്റെ ആ ഒരു ഈസിനെസ് വരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ നമുക്ക് വ്യൂ ഫൈൻഡറും വരുന്നില്ല, ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഇതിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ രണ്ട് മെയിൻ കോണുകൾ ഇതിലുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ ഓവറോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈ മൗണ്ടാണ് സോണിയുടെ വരുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ഫുള്ളി ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്. നമുക്ക് ഓട്ടോ ഫോക്കസ് ഒക്കെ ടച്ച് ചെയ്യാൻ പറ്റും, ബാക്കിയൊന്നും നമ്മൾ ഈ കൺട്രോളിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ, അതായത് മാർക്ക് 2 മോഡലിൽ ഒരു ഫുൾ ടച്ച് സ്ക്രീൻ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു 30,000 റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സോണിയുടെ നിങ്ങൾ ഈ റേഞ്ച് ചെയ്ത് നോക്കിയാലും അതിൽ ഫുള്ളി ടച്ച് സ്ക്രീൻ കിട്ടില്ല. പിന്നെ വേറൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഫുള്ളി ആർട്ടിക്കുലേറ്റ് സ്ക്രീൻ വരുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ പവർ സൂമുള്ള 16-55 അല്ല 50 നമ്മുടെ MM-ൻ്റെ ഒരു ലെൻസും കിറ്റ് ലെൻസും നമുക്ക് ഈ പ്രൈസിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഒരു സോണിയുടെ ഒരു ക്യാമറ എന്താ പറയുക ഈ റേഞ്ചിൽ നോക്കാവുന്ന ഒരു ബെസ്റ്റ് സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ കാനോണിൻ്റെ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ കാനോണിൻ്റെ R50 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമുക്ക് ഇനി അടുത്ത് വരാനുള്ളത്. അതിൻ്റെ വൈറ്റ് കളറാണ്. ഇതിലും നമുക്ക് കിറ്റ് ലെൻസ് ഇത് എത്രയായിരുന്നു ഞാൻ മറന്നുപോയല്ലോ. കിറ്റ് ലെൻസ് വരുന്നത് നമുക്ക് 45 mm ആണ്. 18-45 mm ആണ് നമുക്ക് ഇതിൽ കിറ്റ് ലെൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ സോണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സൈസൊക്കെ നമുക്ക് വലുതായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതിൽ പക്ഷേ നമുക്ക് വെയിറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സോണിയായിട്ടും ചെറുതായിട്ട് വെയിറ്റ് കുറവാണ് ഇതിലുണ്ടെന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇൻബിൽഡ് ഫ്ലാഷ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇൻബിൽഡ് ഫ്ലാഷ് വരുന്നുണ്ട്, അതൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ നമുക്ക് വ്യൂ ഫൈൻഡറും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവറോൾ പാക്കേജ് എന്ന് വേണമെങ്കിൽ സാധനം പറയാം കേട്ടോ. ഈ വൈറ്റ് ഇതൊരു വൈറ്റ് പ്ലസ് സിൽവർ എന്ന് പറഞ്ഞൊരു കളർ മോഡലാണ് കണ്ടു. ഈ ലെൻസും അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ഒരു ഗ്രേ കളർ ഗ്രേയിഷ് ആണ്. മുകളിലും ബാക്കിലും ഒക്കെ ആയിട്ട് നമുക്ക് വൈറ്റ് ആണ് വരുന്നത്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഈ എന്താ പറയുക സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചളിയും സംഭവമൊക്കെ ആവും. ഞാനൊരു കളർ എന്താ പറയുക ഒരു വെറൈറ്റി കളർ കണ്ടപ്പോൾ നോക്കിയതാണ്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു വേണ്ടെന്ന്. പക്ഷേ ഓവറോൾ നല്ല, ഞാൻ മെയിനായിട്ട് വേണ്ടാന്ന് തോന്നുന്നു പറഞ്ഞത് എന്താ വെച്ചാൽ എന്താ പറയുക ഒരു ഇതേ കളറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. പിന്നെ ഒരു ഫുള്ളി വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടോയിഷ് ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പറയുമ്പോൾ ഈ കളറിന് വില കൂടുതലാണ്, എന്താണ് ഒരു 10,000 രൂപ കൂടുതലാണ്. 3,000 രൂപ കൂടുതലാണ് ഈ കളറിന്. ഒരു വെറൈറ്റി എൻ്റെ കാനോണിൻ്റെ മുമ്പ് M50 ഉണ്ടായിരുന്നു, പിന്നെ 200 Mark D ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കളർ ഡിഫറൻസ് കണ്ടപ്പോൾ നോക്കിയതാണ്. റിയൽ ആയിട്ട് നമ്മൾ കണ്ടിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കാറ് കേട്ടോ. ക്യാമറാസ് എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ ഓവറോൾ ഒരു എന്താ പറയുക ഹൈബ്രിഡ്, ഒരു കുട്ടി ഹൈബ്രിഡ് എന്നൊക്കെ പറയാം. ശരിക്കും ഹൈബ്രിഡ് എന്നല്ലത്, ഹൈബ്രിഡ് ഒരു ക്യാമറ, മിറർലെസ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമുക്ക് Type-C ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോണിയിലായാലും Type-C ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് മെയിൻ ക്യാമറാസ്. പിന്നെ നിക്കോണിൻ്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നിക്കോൺ Z50 വരുന്നുണ്ട്. പക്ഷേ അതായാലും എന്താ പറയുക നമുക്ക് അതിൽ ഫ്ലാഷോ സംഭവം വ്യൂ ഫൈൻഡറോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സോണിയുടെ ZV-E10 പോലെയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ സോണിയും കാനോണാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നിക്കോൺ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഫിജിഫിലിം ഇഷ്ടം ഉണ്ട്, പക്ഷേ അതിൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ അല്ല ക്യാമറാസുകളൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ളത് M5 എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഫിജിഫിലിമിൻ്റെ M5 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, XM5. 88 രൂപയ്ക്കാണ്. പക്ഷേ അതിൽ വ്യൂ ഫൈൻഡർ ഇല്ല, ഫ്ലാഷ് ഇല്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ അത് ഇങ്ങനൊരു പ്രശ്നം കണ്ടപ്പോൾ ഞാനത് ഉപേക്ഷിച്ചാണ് കേട്ടോ. സാധനം പറയുമ്പോൾ കോമ്പാക്റ്റും സംഭവമൊക്കെയാണ്. പക്ഷെ അത് പിന്നെ നമ്മൾ റിയൽ ആയിട്ട് ഒന്ന് പോയി പിടിച്ച് നോക്കിയപ്പോൾ ശരിക്കും തന്നെ കളിക്കോപ്പ് പിടിക്കുന്ന പോലെ ഉണ്ട്. ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത സംഭവം വാങ്ങിക്കാൻ, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചാണ്. ഞാനൊരു ഓർഡർ ഇതുവരെ ചെയ്തതാണ്, ഞാൻ ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. റിയൽ ആയിട്ട് നോക്കിയപ്പോൾ പിന്നെ പോയി ക്യാൻസൽ ചെയ്തതാണ്.
അല്ലെങ്കിൽ ഞാൻ ഫിജി ഫിലിമിൻ്റെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള പരിപാടി ഉണ്ട്. പക്ഷേ ഇവർക്ക് XT200 ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഈ സാധനം എനിക്ക് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര പുവറായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ എന്നാലും അത് 88 ആ റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് കിറ്റ് ലെൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചൊന്നും അല്ല. ഇത് ആക്ച്വലി 60 to 65 റേഞ്ച് പ്രൈസിൽ കിട്ടുന്ന 2 മോഡൽസിലാണ്. അപ്പോൾ ആ റേഞ്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കണ്ണും പൊട്ടി ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഞാനിത് ഉപയോഗിക്കുന്നതാണ് പേഴ്സണലി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ക്യാമറാസാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ക്യാമറാസിന് കാര്യം പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം പറയണമല്ലോ. നമ്മുടെ DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 3 ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ DJI ആക്ഷൻ 4 ഉപയോഗിക്കുന്നുണ്ട്. DJI ആക്ഷൻ 2 ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇപ്പം എത്ര നമ്മുടെ ആക്ഷൻ ക്യാമറാസ് നോക്കി കഴിഞ്ഞാൽ 2 ഉണ്ട്. പിന്നെ പോക്കറ്റ് 3നെ 2ലും പെടുത്താൻ പറ്റില്ല, ആക്ഷനിലും പറ്റില്ല, മറ്റേ പറ്റില്ല, വ്ളോഗിങ്ങിലും എടുക്കാം. അപ്പോൾ അങ്ങനെ അത് 3 ഉണ്ട്. പിന്നെ 2 മെയിൻ മിറർലെസ് ക്യാമറാസ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് 3 മെയിൻ ക്യാമറാസ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യും ഇൻഫർമേഷൻ തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്യാൻ മതി, മറക്കണ്ട കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.